പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മകനെ, എൻ്റെ ഉപദേശം വിസ്മരിക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഇന്ന് കർത്താവായ ദൈവം നിനക്കൊരു പുതിയ വഴി തെളിച്ചു തരും. ഇന്ന് നിന്നെ ഉയർത്തുന്ന ഒരു പുതിയ നന്മ, പുതിയ ഐശ്വര്യം, പുതിയ അനുഗ്രഹങ്ങളെ നിനക്ക് നൽകുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നീ ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുത്തെ കാരുണ്യം നിന്നെ ഉണർത്തി. ഇന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു, മകനെ, ഇന്നത്തെ നിന്റെ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ആകട്ടെ. കർത്താവിൻ്റെ കൽപ്പനകൾ നിന്റെ അധരത്തിലുണ്ടാകണം, നിന്റെ ഹൃദയത്തിൽ എഴുതപ്പെടണം. ദൈവം സമൃദ്ധമായി നിന്നെ അനുഗ്രഹിക്കുവാനായി ഒരുങ്ങിയിരിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യവും അനുഗ്രഹവും നൽകാനായി കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്നെ അവൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ ഹൃദയത്തെ തുറക്കുക. കർത്താവേ, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ദൃഷ്ടിയിൽ ഇന്നത്തെ ദിവസം പ്രീതി കണ്ടെത്തുന്നതിന് നിന്റെ ജ്ഞാനം കൊണ്ട്, നിന്റെ പുതിയ അറിവ് കൊണ്ട്, പുതിയ അനുഗ്രഹം കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും പുതിയ ആശയങ്ങൾ നൽകി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത നന്മകളെ ചെയ്യുവാൻ പുതിയ ആശയങ്ങൾ നൽകി, പുതിയ വഴി നൽകി ഇന്നെന്നെ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കുക. ദൈവം ഇന്ന് നിനക്കൊരു പുതിയ വഴി തെളിച്ചു തരും. അവിടുന്ന് ഇന്ന് നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ വഴി നടത്തും. കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മോട് പറയുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇന്ന് പ്രഭാതത്തിൽ നിന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് ഇന്ന് നിനക്ക് അനുഗ്രഹത്തിൻ്റെ വഴി കാണിച്ചു തരുന്നു. ഇന്ന് നിന്നെ ഒറ്റയ്ക്കാക്കി മടങ്ങാത്ത കർത്താവ്, ആ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ ഇന്ന് നീ സഞ്ചരിക്കുന്നതിന് നിന്റെ കരം പിടിച്ച് അവിടുന്ന് നിനക്ക് മുൻപേ വഴി തെളിച്ചു തരും. ഇന്ന് വഴിയും സത്യവും ജീവനുമായ ദൈവം, വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തു നിന്നെ അവൻ്റെ വഴിയെ നടത്തി നിനക്കാവശ്യമായ അനുഗ്രഹങ്ങളെ നൽകി നിന്റെ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കുന്ന ദിനമാണ് ഇന്ന്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ ഓരോ തീരുമാനങ്ങളെയും സമർപ്പിക്കുക. എല്ലാ കാര്യങ്ങളിലും വ്യക്തതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ആശങ്കകളും ആകുലതകളും വരുമ്പോൾ അവിടെ പതറാതെ ശക്തിയോടെ മുന്നോട്ട് നീങ്ങപ്പെടുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പുതിയ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നിന്റെ എല്ലാ പദ്ധതികളെയും ദൈവത്തിൻ്റെ പദ്ധതികളോട് ചേർത്ത് വെച്ച് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ നിനക്കാവശ്യമായ സമയത്ത് സഹായകനായി ഇന്ന് നീ വിളിക്കുക.
നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം നൽകുന്നത് സഹായകനായ, ദൈവമയച്ച സഹായകനായ പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ ദിവസം നിന്നെ പുതിയ വഴിയിലൂടെ, അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നടത്തുന്നത് കർത്താവായ ദൈവം. അവിടുന്നാണ് നിനക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അവിടുന്ന് നിന്നോട് അരുളി ചെയ്യുന്നു, ഈ പ്രഭാതത്തിൽ നീ വിശ്വസിക്കുക, നിന്റെ ശക്തനായ ദൈവം നിനക്കെല്ലാം ചെയ്തു തരും. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഇവർക്ക് ആവശ്യമായ കൃപാ കടാക്ഷങ്ങളെ ഇപ്പോൾ അവരിലേക്ക് അയക്കണമേ. ഇന്ന് അവരെടുക്കുന്ന തീരുമാനങ്ങളെ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. ഇന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ പദ്ധതിയെ അവിടുന്ന് ഓർക്കണമേ. കർത്താവേ, നീ അവർക്ക് തെളിച്ചു കൊടുക്കുന്ന പുതിയ വഴിയിൽ അനുഗ്രഹങ്ങളും ഐശ്വര്യവും എന്നേക്കും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ സ്വരം ശ്രവിക്കുവാൻ ഈ മക്കളെ സഹായിക്കണമേ. നിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് നേർവഴി നടക്കുവാൻ ഇവരെ നീ കൈപിടിച്ച് മുന്നോട്ട് നയിക്കണമേ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ അനുഗ്രഹങ്ങളെ അവർക്ക് സ്വീകാര്യമാക്കുവാൻ നീ അവരെ സഹായിക്കണമേ. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആശങ്കകളെ, ആകുലതകളെ, പരിഹാരം ലഭിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങളെ ഇന്ന് കർത്താവേ നീ ഇടപെട്ട് അവർക്കൊരു ശാശ്വത പരിഹാരം കൊടുത്ത് അവരെ വിഷമിപ്പിക്കുന്ന മേഖലകളിൽ അവർക്ക് സഹായകമായി ഇന്ന് നീ പ്രവർത്തിക്കണമേ. അവരുടെ തീരുമാനങ്ങളെ, അവരുടെ ആശയങ്ങളെ നീ അനുഗ്രഹിച്ച് ജ്ഞാനദീപ്തമായ ആശയങ്ങൾ അവർക്ക് നൽകി നീ ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. അവരുടെ ജോലി മേഖലയിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇന്ന് നീ വഴി തെളിച്ചു കൊടുക്കണമേ. ഒരു പുതിയ വഴി നൽകി അനുഗ്രഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ജീവിതം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ അനന്തമായ സ്നേഹം നിന്നെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ അവിടുന്ന് നൽകുന്നു. അവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിന്റെ ഹൃദയത്തെ അവിടുന്ന് നിറയ്ക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. നീ ആകുലപ്പെടുന്ന നിന്റെ പ്രശ്നത്തിന് ഇന്നൊരു പരിഹാരമാകും. കർത്താവായ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ പോകുന്നു. നിന്റെ എല്ലാ ആശങ്കകളും, ആകുലതകളും, എല്ലാ സംശയങ്ങളും, സഹനങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നിന്റെ പ്രശ്നത്തിനുള്ള ഏക പ്രതിവിധി കർത്താവായ ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ അവിടെ നിന്ന് നിന്നെ വഴി നടത്തുമ്പോൾ ആ വഴിയിൽ കൂടി നടക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ നീ മുന്നോട്ട് നടക്കുമ്പോൾ, അവിടുത്തെ കരം പിടിച്ച് നീ മുന്നോട്ട് നടക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട. നിന്റെ ആകുലതകളെല്ലാം മാറി ശാശ്വതമായ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടും. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ, എളിമയോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ കർത്താവ് ഇന്ന് നിന്നെ നയിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ഇന്ന് നീ ജീവിക്കുക. തീർച്ചയായും കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടുപോകുന്ന നിനക്ക് സകല ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. നിനക്ക് അറിയാവുന്ന എല്ലാവരിലേക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.